ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തം ഭാഗം 2009. ഇന്ന് ജൂലൈ മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 182-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ആണ്ടിലെ 7-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. ഏതാണ്ട് ആണ്ട് പകുതിയായി അല്ലേ? ആരംഭിച്ചപ്പോഴത്തെ പ്രതീക്ഷകളും നിശ്ചയദാർഢ്യങ്ങളും ഉറപ്പുകളും പ്രതിജ്ഞകളുമൊക്കെ ഒന്ന് ഓർക്കാവുന്നതാണ്, ഓർക്കേണ്ടതുമാണ്. കഴിഞ്ഞ കുറെ പുലരികളായിട്ട് നമ്മുടെ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം തന്നെയായിരുന്നു യാത്ര. ഇന്നലെ സഭയുടെ നിശ്ചയമനുസരിച്ച് 12 അപ്പോസ്തലന്മാരുടെ ഓർമ്മ പെരുന്നാളുമായിരുന്നു. എന്തോ അതോടുകൂടി അതങ്ങ് അവസാനിപ്പിക്കാനായിട്ടും തോന്നുന്നില്ല. യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്ന പരിശുദ്ധനായ പത്രോസ്ലീഹ എങ്ങനെയൊക്കെ നമ്മളൊന്ന് കൂട്ടിയും കുറച്ചും നോക്കിയാലും, അവിടം വിട്ട് ഗുണിച്ചും ഹരിച്ചും നോക്കിയാലും ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. സംഭവിക്കാൻ പാടില്ലാത്ത ആളിൽ നിന്നാണ് അത് സംഭവിച്ചത്. അവിടെയാണല്ലോ തെറ്റിന്റെ ആക്കം കൂടുന്നതും നമ്മൾ മാറി നിന്ന് ആക്കം കൂട്ടുന്നതൊക്കെ. പത്രോസിനാണല്ലോ ഇത് പറ്റിയത്. അത് പാടില്ലായിരുന്നു. ആ സംഘത്തിന്റെ തലവനുമായിരുന്നു. തലവന് വഴിതെറ്റിപ്പോയാല് താഴെയുള്ളവരുടെ കാര്യം പറയണോ? ട്രോളുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ഒരുപാടുണ്ടാകും. പത്രോസിലേക്ക് നമുക്കൊന്ന് എത്തിയാല് നമ്മുടെ കർത്താവ് മുന്നറിയിപ്പും കൊടുത്തിരുന്നു അല്ലേ? വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 14-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതാണ്. ഒന്നിനും വേണ്ടിയല്ല, പത്രോസിനു വേണ്ടിയെങ്കിലും. യേശു പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാവരും ഇടറിപ്പോയി, ഇടയനെ വിട്ടുമെന്നും അതുകൊണ്ട് തന്നെ ഇടയന്റെ ആടുകള് ചിതറിപ്പോകുന്നു. ഇടറുകയും ചിതറുകയും ചെയ്യുക, കുറേയും കൂടി ജാഗ്രത പുലർത്തണമെന്നാണ് യേശു ഓർമ്മപ്പെടുത്തിയത്. പത്രോസിന്റെ മറുപടിയുണ്ട്, എല്ലാവരും ഇടറിയാലും ഞാൻ എങ്ങനെ ഇടറിപ്പോകത്തില്ല, ചിതറിയും പോകത്തില്ല. അപ്പോഴാണ് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ഒരു മനുഷ്യൻ പോലും പൂർണ്ണമായും അവന്റെ നിയന്ത്രണത്തിലല്ല. ഇത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുക? ദൈവത്തിന്റെ കരുതലിലും പരിപൂർണ കരുണയിലും കാവലിലുമാണ്. എപ്പോഴൊക്കെയോ അവനവൻ തന്നെ അവനവൻ ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. പത്രോസിന്റെ കുഞ്ഞു സഞ്ചാരത്തെ ഇങ്ങനെ കാണാം. നടുമുറ്റത്ത് തീ കായുന്നവരുടെ കൂട്ടത്തിൽ പോയിരിക്കുകയാണ്. യേശു ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലായിരുന്ന ആ രാത്രിയില് പത്രോസിന് വല്ലാതെ തണുത്തു. ശരിക്കും ഞരമ്പുകളില് ചോരയ്ക്ക് തീ പിടിക്കേണ്ട നേരത്ത് പത്രോസ് തണുത്ത് വിറച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാവം തീ കായാനായിട്ട് പോയിരുന്നത്. കുറെ കൂടി ജാഗ്രത ഞാനും പുലർത്തിയേ മതിയാവും. കുറെ കൂടി ജാഗ്രത ക്രിസ്തു ശിഷ്യന്മാരായ നമ്മൾ ഓരോരുത്തരും പുലർത്തിയേ മതിയാവും. കർത്താവേ, അങ്ങയുടെ കരുണയും കരുതലും കാവലും അവസാനം വരെ കൂടെ ഉണ്ടാകണമേ. ആമേൻ.